ഷോ എന്തെങ്കിലും രണ്ട് ലോക വിവരം അറിയാമല്ലോ എന്ന് വെച്ചിട്ട് പേപ്പർ വായിക്കാം. പക്ഷെ ഈ പേപ്പർ തുറന്നു നോക്കി എപ്പം നോക്കിയാലും കുത്തവും കൊലയും ഒക്കെയാണല്ലോ ഉള്ളത്. ഇങ്ങനെ പോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും? ഇതെപ്പോഴായി നാടൊക്കെ ഒന്ന് നന്നാവുക? അച്ഛാ അച്ഛാ ഒന്നിങ്ങോട്ട് നോക്കച്ചാ. ആരിത്? അച്ഛന്റെ സുന്ദരിക്കുട്ടി റെഡിയായോ? റെഡിയായല്ലോ. അച്ഛൻ എന്റെ യൂണിഫോം ഒക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? രസമുണ്ടോ? അച്ചോടാ, അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അച്ഛന്റെ സുന്ദരി മോളല്ലേ? അല്ലെങ്കിലും എന്റെ രണ്ട് മക്കൾക്കും ഈ അച്ഛന്റെ സൗന്ദര്യമാ കിട്ടിയത്. നിങ്ങൾ അമ്മയെ പോലെ ആവാതിരുന്നത് നന്നായി. അമ്മ ഇത് കേൾക്കണ്ട. അച്ഛാ നോക്കച്ചാ, അച്ഛൻ ഇത് കണ്ടോ? ഞങ്ങൾക്ക് ഇപ്രാവശ്യം സ്കൂളിൽ യൂണിഫോമിന്റെ കൂടെ കോട്ടുണ്ട്. ഞാൻ കണ്ടു. അതിലേ ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്നേ. കുഞ്ഞാറ്റയുടെ യൂണിഫോമിന് ഇങ്ങനെ കോട്ടുണ്ടോ? ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് കോട്ട്. എന്നിട്ട് അവളെവിടെ? അവൾ ഇതുവരെ റെഡിയായില്ലേ? അവളില്ലേ അച്ഛാ, നേരം വെളുത്തപ്പ തൊട്ട് കണ്ണാടിയുടെ മുന്നിലാ. കണ്ണാടിയുടെ മുന്നിലോ? അവിടെ നിന്നും എന്താക്കുകയാ? എന്റെ അച്ഛാ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്താക്കാനാ? അവളെ ഒരു കുപ്പി പൗഡർ തീർത്തു. ആഹാ, അത് ശരി, അതാണോ പരിപാടി? അതെ അച്ഛാ, ഞാൻ പിന്നെ കളറുള്ളത് കൊണ്ട് എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഡി കുഞ്ഞാറ്റെ, എന്തൊക്കെയാണ് നീ ഇവിടെ നിന്ന് വിളിച്ചു കൂവണത്? നീ കണ്ടോടി ഞാൻ പൗഡർ ഇടണത്? ആ കുപ്പിയിട്ട പൗഡർ മുഴുവൻ തീർത്തത് നീയല്ലേ? അച്ഛാ, ഇവള് പറഞ്ഞ മുഴുവൻ നുണിയാണ്. ഇവളാണ് രാവിലെ മുതലേ കണ്ണാടിക്ക് മുന്നിലുള്ളത്. എത്ര സമയമായെന്നോ കണ്ണെഴുതി പൊട്ടും തൊട്ട് അവിടെ നിൽക്കുന്നു. നേരാണോ കുഞ്ഞാവി ഇവള് പറഞ്ഞത്? അത് പിന്നെ അച്ഛാ, ഞാൻ കുറച്ചു സമയം കണ്ണാടിക്ക് മുന്നിൽ നിന്നെന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഞാൻ കണ്ണെഴുതി പൊട്ടൊന്നും തൊട്ടിട്ടില്ല. അതൊക്കെ ഇവളാണ് ചെയ്തത്. അല്ല നീയാണ് ചെയ്തത്. പിന്നെ എനിക്ക് നിന്നെ പോലെ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് ഒരുങ്ങണല്ലോ സുന്ദരിയാവാൻ. ഞാൻ അല്ലെങ്കിലേ സുന്ദരി തന്നെയാ. കണ്ടാലും മതി സുന്ദരിയുടെ ഒരു മോന്ത. നിന്റെ മോന്ത കണ്ടാലേ പശു കാടി വെള്ളം കുടിക്കത്തില്ല. ഹോ, പിന്നെ നിന്റെ മോന്ത കണ്ടാലാണല്ലോ പശു വെള്ളം കുടിക്കാം. മക്കളെ, എന്തു വായത്? ഒന്ന് നിർത്തുമോ? നിങ്ങൾ ഇങ്ങനെ ഈ വീടിനെ വെറും ചന്ത പോലെ ആക്കല്ലേ. അച്ഛാ കണ്ടില്ലേ, ഇവളാണ് എല്ലാത്തിനും കാരണം. തുടങ്ങിയ രണ്ടും കൂടെ വീണ്ടും അവളാണ് കാരണം ഇവളാണ് കാരണം എന്ന് പറഞ്ഞിട്ടെ. എന്റെ ദൈവമേ, എനിക്ക് എപ്പോഴാണോ ഇതിൽ നിന്നൊരു മോചനം കിട്ടാ? സൂമേ, എന്നെ ഒന്ന് രക്ഷിക്കടി. ഇത് നിങ്ങൾ കുറെ സമയമായി വഴക്ക് തുടങ്ങിയിട്ട്. അത് കൊള്ളാലോ. നിങ്ങളല്ല മനുഷ്യ പറഞ്ഞത് കുട്ടികളോട് മര്യാദയ്ക്ക് നിൽക്കണം, കാട്ടുപോത്തിന്റെ സ്വഭാവം കാണിക്കരുതെന്നേ. ഇപ്പൊ മനസ്സിലായോ ഇത് നിങ്ങളോട് ഞാൻ എന്താ അങ്ങനെ നിൽക്കണതെന്ന്? ഏത് സമയം നോക്കിയാലും തല്ലുപിടുത്തമാണ്. രണ്ടിനും സ്കൂൾ പോകാൻ സമയമായിട്ടില്ലേ? ഈ വെക്കേഷനൊക്കെ എങ്ങനെയാ കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് പഠിച്ചതിന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോഴൊന്ന് സമാധാനമായത്. സ്കൂൾ തുറന്നല്ലോ. എന്തോന്നാ രണ്ടും കൂടെ ഉണ്ട കണ്ണ് വെച്ച് തുറച്ചു നോക്കുന്നത്? നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ? ഇല്ല, ഞങ്ങളുടെ ബസ് വരണ്ടേ. ഇനിയുമുണ്ട് 15 മിനിറ്റ്. കണക്കായിപ്പോയി. എങ്കിൽ വേഗം പോയി ബാഗും ബുക്കും കൊടയും ഒക്കെ എടുത്തു വെക്ക്. ടിഫിനടുത്ത് ബാഗിൽ വെച്ചോ? ഇല്ല, അതൊക്കെ അമ്മയുടെ പണിയല്ലേ, അമ്മയല്ലേ എടുത്ത് വെച്ച് തരേണ്ടത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ടിഫിനിലും ഇട്ട് മേശപ്പുറത്ത് എടുത്ത് വെച്ചില്ലേ? അത് എടുത്തിട്ട് നിങ്ങൾക്ക് ബാഗിൽ വെച്ചുകൂടെ? അതിന് ഞാൻ തന്നെ മെനക്കെടണോ? രണ്ടിന്റെ മുഖം എന്തെങ്കിലും കടന്നൽ കുത്തിയതുപോലെ. രണ്ടു പേരോടാ പറയുന്നത്, മര്യാദയ്ക്ക് മേശമ പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് ബാഗിൽ എടുത്ത് വെച്ചോ. ഇനിയിപ്പോ അവിടെ പോയിട്ട് എന്ത് വഴക്കാണാവോ ഉണ്ടാക്കുക? സൂമേ, ഇതെന്താണ് ഇവരിങ്ങനെ? നിങ്ങളല്ലേ മക്കള്, വേറെന്തോന്ന് അത് തന്നെ കാരണം. സൂമേ, എന്തിനാണ് നീ ഇങ്ങനെ എന്നെ വഴക്ക് പറയണത്? അല്ലാതെ പിന്നെ എന്തോന്ന് മനുഷ്യ ഇത്? ഇങ്ങനെയുണ്ട് എവിടെയെങ്കിലും കുട്ടികളെ? അയ്യോ, ബസിന്റെ ഹോണല്ലേ കേൾക്കുന്നത്? അതെ. എടി കുഞ്ഞാറ്റേ ഒന്ന് ഓടി വാ, ബസ് വന്നിട്ടുണ്ട്. മതിയടി, ഒന്ന് വേഗം വാ. ഇപ്പൊ നിങ്ങൾ കൂട്ടാതെ ബസ് പോകും. എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു കൂവണത്? ഞങ്ങൾ വന്നില്ലേ? ഇന്നെ വിളിച്ചു കൂവാതെ നിങ്ങളും കാത്തിട്ടാ ബസ് പുറത്ത് നിൽക്കുന്നത്. ഒന്ന് വേഗം ചെല്ലേ. മക്കളെ, നിങ്ങളൊക്കെ എടുത്തോ? എടുത്തച്ചാ. അച്ഛാ അമ്മ ഞങ്ങൾ പോണു കേട്ടോ. ശരി മക്കളെ, ശ്രദ്ധിച്ചു പോണേ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. പാവം കുട്ടിയോട്. അവരെ അങ്ങനെയൊന്നും വഴക്ക് പറയണ്ടായിരുന്നു. സുമേഷേട്ടാ, എന്നെ സങ്കടപ്പെടുത്താതെ, എനിക്ക് സങ്കടമാകും. സാരില്ലടി, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എനിക്കറിയാം, നീ മക്കൾ നന്നാവാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇതൊക്കെ. അതെ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് ഞാനില്ലേ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എനിക്കും ഓഫീസിൽ പോകാൻ സമയമായില്ലേ, ഞാനും പോയി റെഡിയാവട്ടെ. എങ്കിൽ വാ, ഞാൻ റെഡിയാക്കി തരാം.